Ministries. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. கிறிஸ்துவுக்குள் மிகவும் பிரியமானவர்களே, மகிழ்ச்சிகரமான இந்த 3வது மாதத்தின் முதல் நாளிலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் உங்கள் ஊழியங்களையும் ஆசீர்வதிப்பாராக. தேவனாகிய கர்த்தர் இந்த மாதத்திலே உங்கள் முன்பாக சென்று எல்லா தடைகளையும் அகற்றுவார் என்று விசுவாசித்து அதை உறுதிப்படுத்துகிறேன். தேவனுடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் உங்களோடு இருக்க வாழ்த்துகிறேன். இந்த மாதத்திலே தேவனாகிய கர்த்தர் நமக்கு முன்பாக சென்று சகல தடைகளையும் நீக்கி நாம் ஜெயம் கொள்ளும்படியாக, நாம் கர்த்தருக்குள் மகிழ்ந்திருக்கும்படியாக அவர் நமக்கு உதவி செய்வார். தொடர்ந்து தேவனுடைய நாமத்தை எல்லா சூழ்நிலைகளிலும் துதிக்கவும் ஸ்தோத்தரிக்கவும் உங்களை ஒப்பு கொடுங்கள். அவருடைய இரக்கம் பெரியது. தொடர்ந்து அவர் உங்களை நடத்த உண்மையுள்ளவராயிருக்கிறார். தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാഡ് ഹൂസീസ് മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാന്യനാകുന്ന ഡോക്ടർ തോമസ് സാർ തന്നോടുകൂടെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ദൈവഭൃത്യന്മാർ, പ്രത്യേകാൽ ഈ വചനം ശ്രവിക്കുന്ന ഓരോ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്നത്തെ വചനചിന്തയ്ക്ക് വേണ്ടി 1 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുകയാണ്. അതിങ്ങനെയാണ് വായിക്കുന്നത്: പട്ടണത്തിൻ്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്നു പറഞ്ഞു. ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലം വളരെ സുപരിചിതമാണ്. ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട കീശ് എന്ന് പറയുന്ന വ്യക്തിയുടെ കഴുതകൾ നഷ്ടപ്പെടുകയും അതിനെ അന്വേഷിച്ചുകൊണ്ട് കീശിൻ്റെ മകനായിരിക്കുന്ന ശൗലും തൻ്റെ ഭൃത്യനും കൂടെ പലയിടങ്ങളിലും അന്വേഷിച്ച് നടക്കുന്നു. എന്നാൽ കഴുതകളെ കണ്ടുകിട്ടുന്നില്ല. സൂഫ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ശൗൽ ഭൃത്യനോട് പറയുകയാണ്, കഴുതകളെക്കുറിച്ചുള്ള വിചാരം വിട്ട് നമ്മെക്കുറിച്ചായിരിക്കും ഇനിയും വിചാരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാമെന്ന് പറയുമ്പോൾ ഭൃത്യൻ പറയുകയാണ്, ഇവിടെ ഒരു ദൈവ പുരുഷനുണ്ട്, അവൻ്റെ അരികിൽ ചെന്നാൽ നമ്മുടെ കഴുതകൾ എവിടെ ഉണ്ടായിരിക്കും എന്ന് ഒരു പക്ഷെങ്കിൽ അവൻ നമ്മളോട് പറയുമായിരിക്കാം. അങ്ങനെ ശൗൽ എന്ന പ്രവാചകനും ന്യായാധിപനുമായിരിക്കുന്ന ദൈവപുരുഷൻ്റെ അരികിൽ അവർ കടന്നു ചെല്ലുകയും ആ രാത്രിയിൽ അവിടെ രാപാർക്കുകയും ചെയ്തിട്ട് രാവിലെ കടന്നു പോകുവാൻ ഒരുങ്ങുമ്പോൾ ശമൂവേൽ എന്ന ദൈവഭൃത്യൻ ശൗലിനോട് പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. ശമൂവേൽ എന്ന് പറയുന്ന ദൈവപുരുഷൻ്റെ അരികിൽ ശൗൽ എന്ന് പറയുന്ന ഈ യൗവനക്കാരൻ കടന്നു ചെല്ലുവാനുള്ള കാരണം തങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൽ വന്ന ഒരു നഷ്ടം ആണ് അതിന് കാരണമായി തീർന്നത്. ആ നഷ്ടത്തിൻ്റെ മുന്നിലാണ്
ശൗമേൽ പ്രവാചകന്റെ അരികിലേക്ക് ദൈവം തന്നെ നടത്തുവാനിടയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിലെ വരുന്ന നഷ്ടങ്ങൾ നമുക്ക് ദൈവത്തെ അന്വേഷിക്കുവാനുള്ളതാണോ, അതോ ദൈവത്തിൽ നിന്നും അകന്നു മാറുവാനുള്ളതാണോ? ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ നാം നോക്കുമ്പോൾ അനേകർ തങ്ങളുടെ ജീവിതത്തിൽ കഠിനമാകുന്ന രോഗങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ, അപമാനങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്നവർ പോലും ദൈവവും എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ വചനത്തിന് പ്രസക്തിയുള്ളത്. ശൗൽ എന്ന ഈ യൗവനക്കാരനും ഭൃത്യനും തങ്ങളുടെ നഷ്ടങ്ങളുടെ നടുവിൽ ദൈവം ഉപേക്ഷിച്ചു എന്നല്ല, ദൈവത്തെ അന്വേഷിച്ച് ദൈവപുരുഷന്റെ അരികിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. ആ നഷ്ടം ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരു നഷ്ടമായിരുന്നു എന്ന് ആരംഭത്തിൽ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും വായിക്കുന്നവർക്കും ചരിത്രം മനസ്സിലാക്കുന്നവർക്കും മനസ്സിലാകുവാനിടയായി തീരും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്ന്. ദൈവീക പദ്ധതിയിൽ ഈ നഷ്ടം ഉണ്ടായിരുന്നു എന്നത് നാം തിരിച്ചറിയുവാനിടയായി തീരണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സ്നേഹിത, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദരി, സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു അപമാനം വരുമ്പോൾ ദൈവം കൈവിട്ടതല്ല. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇവിടെ ശൗമേൽ പ്രവാചകൻ ശൗൽ എന്ന യൗവനക്കാരനോട് പറയുകയാണ്, 9-ാം അധ്യായം 27-ാം വാക്യം, ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാം, ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാം, അതുകൊണ്ട് നീ അല്പം നിൽക്ക് എന്ന് പറയുന്നു. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നാം കാത്തു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നാം വിചാരിക്കുന്ന സമയത്തിലും നടക്കത്തില്ല. ദൈവത്തിൻ്റെ അല്പം എന്ന് പറയുന്നത് നമ്മുടെ മാനുഷികമാകുന്ന ചിന്താഗതിയിൽ, മാനുഷിക ജീവിതത്തിൽ ദൈർഘ്യമുള്ളതാണ്. ദൈവത്തിൻ്റെ ഒരു ദിവസം മനുഷ്യൻ്റെ 1000 ദിവസത്തിന് തുല്യമാണ് എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിൽ പോലും ദൈവത്തിൻ്റെ അല്പം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യമുള്ള കാലഘട്ടമാണെങ്കിൽ പോലും ആ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ പദ്ധതി നമ്മിൽ നടക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പ്രവാചകൻ പറയുകയാണ്, ഞാൻ ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ദർശനങ്ങൾക്കും ദൈവിക പദ്ധതികൾക്കും ഒരു സമയമുണ്ട്. അത് മനുഷ്യൻ്റെ സമയത്തല്ല, മറിച്ച് ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ നടക്കത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ഈ അല്പസമയം നമ്മുടെ ജീവിതത്തിൽ ദൈർഘ്യമുള്ളതാകയാൽ മാനുഷികമായ ചില മടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീരും. കൂട്ടത്തിൽ ഇറങ്ങിയവർ മുമ്പേ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. കൂട്ടത്തിൽ ഇറങ്ങിയവർ സമ്പന്നരായിരിക്കുന്നു. കൂട്ടത്തിൽ പഠിച്ചവർ നല്ല ജോലിയിലായിരിക്കുന്നു. കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ, കൂട്ടുകാർ വിവാഹിതരായിരിക്കുന്നു. എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ള സ്നേഹിത,
നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവിന് ഈ വചനത്തിൽ കൂടെ പറയുവാനുണ്ട്. ദൈവം ആ വ്യക്തിയെ, ആ കൂട്ടുകാരനെ, ആ കൂട്ടുകാരത്തിയെ കണ്ടതുപോലെയല്ല നിന്നെ കണ്ടിരിക്കുന്നത്. നിന്നോട് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് അറിയിക്കുവാനായിട്ടുണ്ട്. അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്പം നിന്നെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. മുമ്പേ ഓടിയവരൊക്കെയും ഓടി പല സ്ഥാനത്തെത്തിയെങ്കിലും ദൈവം നിന്നെ എന്താക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് കാലം സാക്ഷിയായി തീരുമ്പോൾ, കാലം അതിൻ്റെ സമാപ്തിയിൽ എത്തുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർണ്ണത നിനക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതെ, മുമ്പേ ഓടിയവർ ഓടിക്കൊള്ളട്ടെ. നിന്റെ ജീവിതത്തിൽ വേഗത കുറവായിരിക്കാം, പക്ഷേ വേഗത കുറച്ചത് ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ആ വേഗത കുറച്ചത് തിന്മയ്ക്ക് വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടി ആണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം ദൈവത്തിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ചെവിയിൽ അത് കേട്ടിട്ടുമില്ലാത്തതാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അല്പം പ്രവാചകൻ പറയുന്നത് പോലെ അല്പം നിൽക്കുവാനായിട്ടിടയായി തീരണം. മുമ്പേ ഭൃത്യൻ കടന്നു പോകട്ടെ. നിന്നോട് ഒരു സ്പെഷ്യൽ മെസ്സേജ്, ഒരു സന്ദേശം, പ്രത്യേകമായ ഒരു സന്ദേശം നിന്റെ മേൽ തരുവാനായിട്ട്, ഒരു പ്രത്യേകമാകുന്ന അഭിഷേകം, ഒരു സ്പെഷ്യൽ അനോയിൻമെന്റ് നിന്റെ മേൽ തരുവാനായിട്ട്, ഒരു പ്രത്യേക ഗിഫ്റ്റ് നിനക്ക് തരുവാനായിട്ട് നീ ദൈവത്തിൻ്റെ പാദത്തിങ്കൽ അല്പം നിന്നെങ്കിൽ മാത്രമേ നിനക്കത് ലഭിക്കത്തുള്ളൂ. മറ്റുള്ളവർക്ക് കിട്ടിയതുപോലെയല്ല ദൈവം നിനക്ക് തരുന്നത്. ദൈവം തരുമ്പോൾ അതിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അത് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിക്കണമെങ്കിൽ അല്പം നിന്നേ മതിയാകത്തുള്ളൂ. അതൊരു പക്ഷേ ഏകാന്തതയായിരിക്കാം, ഒറ്റപ്പെടലിൻ്റെ അനുഭവമായിരിക്കാം, ആയിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത് ആ അല്പം നിൽക്കുന്ന, ആ വേഗത കുറഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലാണ്. പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലനെ നാട് കടത്തി. അവിടുത്തെ ഏകാന്തതയിൽ ഇരുന്നപ്പോഴാണ് മറ്റൊരു ശിഷ്യന്മാർക്ക് ലഭിക്കാതിരുന്ന ദൈവീക വെളിപ്പാട് യോഹന്നാൻ അപ്പോസ്തലന്റെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ടിടയായി തീർന്നത്. അതിന് നിൽക്കേണ്ടതായിട്ട് വന്ന് കർത്താവിന് മുന്നോടിയായി വഴിയൊരുക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ആ ദൈവ പുരുഷനെ തൻ്റെ മാതാപിതാക്കളാകുന്ന സക്കരിയാവിനും എലിസബത്തിനും ലഭിക്കുവാനായിട്ട് വാർദ്ധക്യം വരെയും കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. കൂട്ടത്തിൽ വിവാഹം കഴിച്ചവർ മക്കളായി, മക്കളുടെ മക്കളായി 2-3 തലമുറകളായിട്ട് നിൽക്കുമ്പോഴും ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിച്ച സക്കരിയാവിനും എലിസബത്തിനും ദൈവിക ശുശ്രൂഷ ചെയ്തവർക്ക് തലമുറകളെ കാണുവാൻ കഴിയാതെ നാട്ടുകാരും വീട്ടുകാരും ഇവരുടെ മേൽ ഒരു ശാപമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവം അത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് യേശു കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം അവർ ദൈവീക പദ്ധതിക്ക് വേണ്ടി നോക്കി നിന്നതുകൊണ്ട് അതേ സ്വർഗത്തിൽ പേരെഴുതി കാണുന്ന, വേദപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് പറയുന്ന ഒരു പുത്രനെ തങ്ങൾക്ക് ലഭിക്കുവാൻ അവർക്ക് ദൈവത്തിൻ്റെ മുന്നിൽ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു. അതേ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം സമർപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീരണം. അതേ, ശൗലിന് നഷ്ടപ്പെട്ടതായി കഴുതകളെ നഷ്ടപ്പെട്ടു. എന്നാൽ അവൻ്റെ മേൽ അന്ന് വരെയും ആർക്കും കിട്ടാതിരുന്ന ചരിത്രം വായിക്കുമ്പോൾ, ആ തിരുവചനം വായിക്കുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? അന്ന് വരെ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ആർക്കും ലഭിക്കാതിരുന്ന ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായി ശൗലിനെ അഭിഷേകം ചെയ്യുവാൻ സ്വർഗസ്ഥനാകുന്ന ദൈവത്തിന് അതേ സാധിച്ചതിൻ്റെ പിന്നിൽ ശൗലിൻ്റെ ജീവിതത്തിൽ അവിടെ എത്തുവാൻ ഒരു നഷ്ടം സംഭവിക്കേണ്ടതായിട്ട് വന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സ്നേഹിത, ഞാൻ ഈ പറഞ്ഞ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാനിടയായി തീരട്ടെ. അതെ, നഷ്ടങ്ങളെ കണ്ട്, താമസങ്ങളെ കണ്ട്, പരാജയങ്ങളെ കൊണ്ട് പിന്മാറുകയല്ല, അത് ദൈവസന്നിധിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതായിരിക്കണം. പുതിയ നിയമത്തിൽ ഒരു ശൗലുണ്ട്, പൗലോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശൗലുണ്ട്. ശൗലിന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതേ തന്നെ ഉൾപ്പെടുത്തിയ
കഴിഞ്ഞപ്പോൾ 3 ദിവസം ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവിക ദർശനം പ്രാപിച്ചിട്ട് കണ്ണു കാണുവാൻ കഴിയാത്തവനായി 3 ദിവസം അവന് ഇരുട്ടിൽ തപ്പിയിരിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അനന്യാസ് എന്ന് പറയുന്ന ദൈവപുരുഷൻ വന്ന് തൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത ദൈവീക സംഭാവന പുതിയ നിയമസഭയ്ക്ക് കൊടുക്കുവാൻ പൗലൂസ് എന്ന് പറയുന്ന ശൗലിനെ പുതിയ നിയമത്തിൽ ദൈവം ഉപയോഗിക്കുവാനിടയായി തീർന്നു. ദൈവം തമ്പുരാൻ പറയുകയാണ്, നീ അല്പം വെയിറ്റ് ചെയ്യേ, അല്പം കാത്തു നിൽക്കേ, ഞാൻ എൻ്റെ ആലോചന നിന്നോട് അറിയിക്കാം, എൻ്റെ പ്രവൃത്തിയെ ഞാൻ നിൻ്റെ മുന്നിൽ കാണിച്ചു തരാം. അതുകൊണ്ട് ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി അല്പസമയം വെയിറ്റ് ചെയ്താൽ പിന്നത്തേതിൽ അവൻ മഹത്വത്തിൽ ഇരിക്കുന്നതും നമ്മെ മാനിക്കുന്നതും ലോകം കണ്ട് അതിശയിക്കുവാനിടയായി തീരും. യഥാർത്ഥമായി ദൈവം അവനോടുകൂടെ അവളോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും തരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീചപാപിയന്മേൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു. സ്വർഗാനുഗ്രഹങ്ങളും നിൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ
കൺമണി പോലെ കാക്കുന്നു നീ. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവാകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചു